എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ 3ാം സ്റ്റേജിൻ്റെ ഫൈനൽ ആൻസർ കീ ഇപ്പം PSC പുറത്തു വിട്ടിട്ടുണ്ട്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഏകദേശം 16ഓളം ക്വസ്റ്റ്യൻസ് PSC ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസ് പരീക്ഷ 3rd സ്റ്റേജിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ 16 ക്വസ്റ്റ്യൻസ് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ക്വസ്റ്റ്യൻ ബാർ കോഡ് A ആണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി, ഈ ക്വസ്റ്റ്യനും ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡിലീഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പറയാം. 1, 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതാണ് ശരി, അതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. ഓൺലി 1 and 2 ആണ് ആൻസറായിട്ട് വരുന്നത്. മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ B ആണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. അതുപോലെ തന്നെ 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം ആണ് വരുന്നത്. അപ്പം 1ഉം 2ഉം ക്വസ്റ്റ്യൻ ഡിലീറ്റായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ B. നാലാമത്തെ ക്വസ്റ്റ്യനും ഡിലീഷൻ ആയിട്ടുണ്ട്. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡിലീറ്റായി. ഈ ക്വസ്റ്റ്യൻ ഡിലീഷനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ. അടുത്ത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ. അപ്പോൾ ഹിസ്റ്ററി പാർട്ടിലെയാണ് മിക്കവാറും ഉള്ള എല്ലാം ഡിലീഷൻ ആയിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ എന്താണ്? സാമൂഹിക സ്ഥാപനങ്ങളും പരിഷ്കാരങ്ങളും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക എന്നുള്ളത്. അപ്പം ഇതിലും ഡിലീഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ, മുഗൾ കലയും വാസ്തുവിദ്യയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പം ആറാമത്തെ ഡിലീഷൻ. 7 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അതും PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ അടുത്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നോക്കിപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. UN-യുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. ഇതും ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. 9ാമത്തെ ഡിലീഷനാണ്. PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 10ാമത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. അതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് വരുന്നത്. 11ന്റെ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. 12ന്റെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിൽ വ്യാപിച്ച് കിടക്കുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകണേ. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് വരുന്നത്. 1ഉം 4ഉം എന്നിവ ശരിയാണ്. അതുപോലെ 15ന്റെ ആൻസർ ഓപ്ഷൻ C, സൈലന്റ് വാലിയാണ് ആൻസറായിട്ട് വരുന്നത്. 16ന്റെ ആൻസർ ഓപ്ഷൻ B, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ചയാണ്. 16ന്റെ ആൻസർ ഓപ്ഷൻ B ആണ് വരുന്നത്. 17 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഇത് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ഇതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ GSTക്ക് 18ാമത്തെ ചോദ്യം, GSTക്ക് കീഴിലുള്ള ഇറക്കുമതി താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക എന്നുള്ളതിന് അതിൻ്റെ ആൻസർ ഓപ്ഷൻ B, IGST ആണ്. 19ാമത്തെ നോക്കാം. 19ാമത്തെ, ഫലപ്രദമായ റവന്യൂ കമ്മി ERD എന്തിന് തുല്യമാണെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ A, റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C, V അനന്ത നാഗേശ്വരനാണ്. 21ാമത്തെ ചോദ്യം, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമാക്കി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ B, സിറ്റിസൺ ചാർട്ടർ ആണ് വരുന്നത്. അടുത്ത 22, NSSOയുടെ പൂർണ്ണ രൂപം ആണ് ചോദിച്ചിരിക്കുന്നത്. അതും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. NSSOയുടെ പൂർണ്ണ രൂപം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ. അതുപോലെ തന്നെ 23, കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നതും ആ ക്വസ്റ്റ്യന് ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. 22, 23 ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. 24, NREGA സോഫ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ B, NREGA ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ചോദ്യം, ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ D, വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ് ആണ്. 26ാമത്തെ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ SCBCs അംഗീകരിക്കാൻ സ്ഥാപനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ C, 105 ആണ്. 27, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരായിരുന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ അറിയാലോ, ഓപ്ഷൻ A, പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് വരുന്നത്. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 248 പ്രതിപാദിക്കുന്നു. അപ്പം ഇതും PSC ഡിലീറ്റ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. 29, ഇന്ത്യ തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ A, ബീഹാർ ആണ്.
30ാമത്തെ ചോദ്യം SR ബൊമ്മെ vs യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356. 31 കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥമാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി നാട്യകൽപ്പ ധ്രുവമാണ്. അടുത്തത് നോക്കാം. 32 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടവും മുടിയേറ്റുമാണ്. 33 ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുമാണ് ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ ഗ്രീസ് ആണ്. 34 ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ടെന്നീസ് ആണ്. 35 നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്. ആൻസർ ഓപ്ഷൻ സി PC ഗോപാലൻ. 36 മലയാളത്തിലെ ആദ്യ കളർ സിനിമ. ആൻസർ ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ട. 37 ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിൻ്റെ കൃതി. ആൻസർ ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. 38 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. ആൻസർ ഓപ്ഷൻ ഡി CV രാമൻപിള്ള. 39 ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. പെട്ടെന്ന് അടുത്ത് നോക്കാം. 40ാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ. ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ B അനന്തകൃഷ്ണൻ. 41 കമ്പ്യൂട്ടർ ബ്യൂട്ട് ആപ്പ് പ്രോഗ്രാം ഹാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി എന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി ROM ആണ്. 42 ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിങ്ങിന് മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേരാണ്. ഓപ്ഷൻ സി ഇൻ്റർപ്രറ്റർ. അതുപോലെ 43 നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1930. അതുപോലെ തന്നെ 44 IGANN എന്താണ് സൂചിപ്പിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ആണ്. 45 ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമായ ഒമേഗലിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ലീഫ് K ബ്രൂക്സ് ആണ് വരുന്നത്. 46 താഴെ പറയുന്നതിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞന് ആർക്കൊക്കെയാണ് ഭാരതരത്ന ലഭിച്ചതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഒൺലി 2 ആണ്, അതായത് APJ അബ്ദുൽ കലാം മാത്രം. 47ാമത്തെ നോക്കാം പെട്ടെന്ന്. 47ാമത്തെ ആദിത്യ L1ൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണെന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 മാത്രമാണ് വരുന്നത്. സോളാർ, അപ്പർ അറ്റ്മോസ്ഫിയറിക്, അത് ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകയെക്കുറിച്ചുള്ള പഠനമാണ്. 47 C. 48 ദേശീയ ഹൈഡ്രജൻ ദൗത്യത്തെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒൺലി 1 and 3 ആണ്. ഒൺലി 1 and 3 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 49 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 49ൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒൺലി 1 and 2 ആണ്. 50ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത്. അതിൻ്റെ 50ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒൺലി 1 and 2 ആണ്. 1 and 2 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തതിന് മാത്സ് ആണ്. മാത്സ് പെട്ടെന്ന് പറഞ്ഞു പോകാം. 51ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ 33.345. 52ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി 1000 ആണ് വരുന്നത്. അതുപോലെ തന്നെ 53ൻ്റെ ആൻസർ ഓപ്ഷൻ എ 2500 ആണ് വരുന്നത്. 54ൻ്റെ ഓപ്ഷൻ ബി 10 ആണ് വരുന്നത്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 11/20 ആണ് വരുന്നത്. 56ൻ്റെ ആൻസർ ഓപ്ഷൻ സി 24 ആണ് വരുന്നത്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ സി 1 മണിക്കൂറാണ് വരുന്നത്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ എ 49 ആണ് വരുന്നത്. 59ൻ്റെ ഓപ്ഷൻ ഡി 125ഉം 60ൻ്റെ ഓപ്ഷൻ ബി 0ഉമാണ് വരുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കാം. 61ൻ്റെ വരുന്നത് ഓപ്ഷൻ ഡി ഡേവിസ് കപ്പാണ് വരുന്നത്. 62 ഓപ്ഷൻ എ അവസ്ഥയാണ് വരുന്നത്. അതുപോലെ തന്നെ 63 ഓപ്ഷൻ ബി 57 ആണ് വരുന്നത്. അതുപോലെ തന്നെ 64ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 65ൻ്റെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 4 കഴിഞ്ഞ് 38 2/11 മിനിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 66ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2031 ആണ് വരുന്നത്. 67ഉം ഡിലീഷൻ ആയി പോയിട്ടുണ്ട്. മാത്സിൽ അപ്പോൾ 2 ഡിലീഷൻ ആയി പോയിട്ടുണ്ട്. 68 ഓപ്ഷൻ ബി 12.80. അതുപോലെ തന്നെ 69 ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇസഡും വൈയും. 70ൻ്റെ ആൻസർ ഓപ്ഷൻ സി ജെ ആണ് വരുന്നത്. ഇംഗ്ലീഷാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ 71ൻ്റെ സി ആണ് വരുന്നത്. ഡിഡിൻറ്റ് ആണ് വരുന്നത്. അതുപോലെ 72ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അറ്റ് ആണ് വരുന്നത്. 73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വാൺസ് ആണ് വരുന്നത്. 74ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി ആണ് വരുന്നത്. 75 PS ഡിലീഷൻ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിന്ന്.
76 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 77 ഓപ്ഷൻ സി ദ ആണ് വരുന്നത്. 78 ഓപ്ഷൻ ഡി ഓൾഡർ ആണ് വരുന്നത്. അതുപോലെ തന്നെ 79 ടു ഓപ്ഷൻ സി ഹിയറിംഗ് ടു ഹിയറിംഗ് ആണ് വരുന്നത്. 80 ഓപ്ഷൻ ഡി ജോഷുവ ടോൾഡ് മാം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ ആണ് വരുന്നത്. 81 ഓപ്ഷൻ ബി ആണ് വരുന്നത്, ടേണപ്പ് ആണ് വരുന്നത്. 82 ഓപ്ഷൻ സി ഫ്രണ്ട്ലി ആണ് വരുന്നത്. 83 ഓപ്ഷൻ എ റെക്ലെസ് ആണ് വരുന്നത്. 84 ഓപ്ഷൻ സി കറ്റാസ്ട്രോഫി ആണ് വരുന്നത്. അതുപോലെ തന്നെ 85 വരുന്നത് പോപ്പർ ആണ് വരുന്നത്, ഓപ്ഷൻ ഡി പോപ്പർ ആണ് വരുന്നത്. 86 ഓപ്ഷൻ എ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വെരി നിയർ ആണ് വരുന്നത്. 87 ഓപ്ഷൻ ബി ഹാൾ വേ ആണ് വരുന്നത്. 88 ഓപ്ഷൻ എ ടൈഗ്രസ് ആണ് വരുന്നത്. 89 ഓപ്ഷൻ സി ബിഗിനിങ് ആണ് വരുന്നത്. 90 ഓപ്ഷൻ എ സിനോപ്സിസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 91ാമത്തേൻ്റെ ഇനി മലയാളമാണ് പറയുന്നത്. 91ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലേഖകൻ. 92ൻ്റെ ആൻസർ ഓപ്ഷൻ സി ഗുരുക്കൾ. 93ൻ്റെ ആൻസർ ഓപ്ഷൻ എ ജനകൻ. 94ൻ്റെ ആൻസർ ഓപ്ഷൻ സി തീക്കനൽ. 95ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി രാജർഷി. 96ൻ്റെ ആൻസർ ഓപ്ഷൻ ബി സുധ. 97ൻ്റെ ആൻസർ ഓപ്ഷൻ ബി N+100 ആണ് വരുന്നത്. 98ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലോക വിവരം ഇല്ലാത്തവൻ. 99ൻ്റെ ആൻസർ ഓപ്ഷൻ ബി വാരിജമാണ് വരുന്നത്. അതുപോലെ തന്നെ 100ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശിഥിലമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ ആൻസർ വെച്ച് വന്നിട്ടുള്ളത്. ഏകദേശത്തോളം 16ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ വന്നിട്ടുള്ളത്. 16 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ ആയിട്ട് വന്നത്. 16 ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുമുണ്ട്. ഫൈനൽ ആൻസർ വന്നപ്പോൾ ചേഞ്ച് ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്മുടെ ഹിസ്റ്ററി പാർട്ടിൽ നിന്നാണ് ഡിലീഷനായി പോയിട്ടുള്ളത്. അപ്പം 16 ക്വസ്റ്റ്യനൊക്കെ ഡിലീഷൻ ആവുക എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥികളെ വലയ്ക്കുന്നൊരു കാര്യമാണ്. 16 ക്വസ്റ്റ്യനൊക്കെ ഡിലീഷനായി പോകുക എന്ന് പറയുന്ന കാര്യം. 1, 2, 3, 4 ഡിലീഷൻ ആവുന്നതിൻ്റെ കൂട്ടല്ലല്ലോ 16 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീഷനായി പോകുന്നുള്ളത്. എന്തായാലും ഫൈനൽ ആൻസർ കീ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻ്റ് ഒന്ന് ചെയ്യുക. അപ്പം ബാക്കി ഫൈനൽ ആൻസർ കീ വെച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കുക. അതിൻ്റെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ 16 ക്വസ്റ്റ്യൻസ് ഡിലീഷനായി പോയത് തന്നെയാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തത്, പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നമ്മൾ താങ്ക് യു.